ഹലോ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ആണ്. ഞാൻ മീഷോന്ന് കുറച്ച് ചുരിദാർ സെറ്റുകൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. അതായത് പ്രീമിയം കാഞ്ചി കോട്ടൺ ചുരിദാറുകളുടെ സെറ്റാട്ടോ. അപ്പം ഞാനിതിൻ്റെ ഒരെണ്ണം കാണിച്ചപ്പോൾ എല്ലാവരും ഒരു ഭംഗിയില്ലാന്ന്. പക്ഷേ എനിക്ക് ഈ ഒരു ടൈപ്പ് കാഞ്ചി കോട്ടൺ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയുക കസവ് സിൽക്കൊക്കെ വരുന്ന ആ ഒരു ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു 3-4 കളറുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിന്ന് പുതിയതായിട്ട് മേടിച്ചിട്ടുള്ള കളറുകൾ നിങ്ങൾക്ക് അപ്പോൾ കുറച്ച് പേരൊക്കെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ലിങ്ക് തരുമോ നമുക്ക് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത് മീഷോന്നാണ് മേടിച്ചത്. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി ഉണ്ട്, നിങ്ങൾക്ക് ഇതുപോലത്തെ ടൈപ്പൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ഞാൻ ഇത് മേടിച്ചതൊക്കെ ഈ എം സൈസ് ആയിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഒന്നും കൂടി സ്ലിം ആയതുകൊണ്ട് എനിക്കിപ്പോൾ സ്മോൾ സൈസ് മതി. കാരണം എം സൈസ് വാങ്ങിക്കുമ്പോൾ ഭയങ്കര ലൂസായിട്ടാണ് കയ്യും അതുപോലെ ഈ ഒരു പോർഷനിലൊക്കെ ഭയങ്കര ലൂസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ഷേപ്പാക്കി എന്നിട്ട് ഞാൻ വീണ്ടും തേച്ച് മടക്കി കവറിലാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 4 സെറ്റാണ് ഞാൻ ടോട്ടൽ 5 സെറ്റ് മേടിച്ചത്. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ ബ്ലാക്കാണ് മേടിച്ചത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പല കളറുകൾ നോക്കി മേടിച്ചു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് കുറച്ച് ഇങ്ങനെ ചുരിദാർ സെറ്റുകൾ ഇങ്ങനെ കാഞ്ചി കോട്ടൺ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ചുരിദാർ കേട്ടോ അതിൽ താല്പര്യം. സാരി ഞാൻ അങ്ങനെ സാരി എടുത്തപ്പോൾ കുറേ പേര് പറഞ്ഞു സാരിയാണ് ഭംഗി ചുരിദാറിനേക്കാളും മറ്റുള്ള ഡ്രസ്സുകളൊക്കെ. പക്ഷെ എനിക്കെന്തോ സാരി പക്ഷെ ഇഷ്ടമായി തുടങ്ങി ഇപ്പോൾ എടുത്തു തുടങ്ങിയപ്പോൾ. എന്നാലും ഞാൻ കാണിച്ചു തരാം, നമ്മുടെ ചുരിദാർ സെറ്റുകൾ കാണിച്ചു തരാം. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ പാൻറ് ഇല്ല, ജസ്റ്റ് ഷോളും അതുപോലെ തന്നെ ടോപ്പ് മാത്രമേ ഉള്ളൂ. ദുപ്പട്ടയും ടോപ്പും. പാൻറ് നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് മേടിക്കാം. നമുക്കിതിൻ്റെ ഏകദേശം മാച്ച് നോക്കിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഫസ്റ്റ് എത്തതാ ഈ ഒരു സെറ്റാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി ഇത് എടുത്ത് എന്താ പറയുക നമ്മൾ ഷേപ്പാക്കി ഞാൻ കൊണ്ടുവന്നതാണ്. ഈ ഒരു കളറാട്ടോ നമ്മുടെ കാഞ്ചി കോട്ടണിൽ ഈ കളർ എന്നിട്ട് മസ്റ്റാർഡ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതിൽ ഈ ഒരു മജന്തയാണ് ഇതിൻ്റെ മെയിനായിട്ടൊരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു S മുതൽ 4XL വരെ ഇതിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മീഡിയാണ് എടുത്തത്. കാരണം ഞാനിത് ഓർഡർ ചെയ്തത് ഓണത്തിന് മുന്നേ ഓണം തുടങ്ങണേക്കാൾ മുന്നേ, അതായത് ഓണത്തിന് നമ്മുടെ എന്താ പറയുക സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണ മുന്നേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ആ ഒരു ഗ്യാപ്പിൽ കുറച്ചും കൂടി ഒന്ന് മെലിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്താ പറയുക നമുക്കൊരു സ്മോള് മതി ഇപ്പോൾ സൈസ്. ഞാനിപ്പോൾ അങ്ങനെയാണ് മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഷേപ്പ് ആക്കേണ്ടി വന്നു. കാരണം കിട്ട് കാണിക്കുമ്പോൾ അങ്ങനെ പളപളയായിട്ടൊരു ഭംഗിയില്ലാണ്ട് കാണിക്കുമ്പോൾ ചുരിദാറിൻ്റെ ഭംഗിയും കൂടി പോവും ഷേപ്പ് അല്ലാതിരിക്കുമ്പോൾ. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം. അപ്പോൾ സ്റ്റിച്ചഡ് ആയിട്ടാണ് വരുന്നത്. ഷോളും എന്താ പറയുക ടോപ്പും. പാൻറ് ഇപ്പം ഞാൻ ഈ ഒരു കളറിൽ മേടിച്ചിട്ടുള്ളതാട്ടോ. ഞാനൊരു ബോട്ടാണ് മേടിച്ചത്. 100-125 രൂപയ്ക്കൊക്കെ കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു വി നെക്കാണ്. പലർക്കും ഇങ്ങനത്തെ ഇതൊക്കെ ഓൾഡ് ടൈപ്പാണെന്ന് പറയണത്. പക്ഷെ എനിക്കെന്തോ ഈ ഒരു സംഭവം ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പം എൻ്റെ ഒരു മൈൻഡ് ആവണമെന്നില്ല എല്ലാവർക്കും. ചിലപ്പോൾ അയ്യേന്ന് തോന്നിയായിരിക്കും. പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ടൈപ്പ്. അപ്പം ഇതിന് കുഞ്ഞൊരു പഫ്, കുഞ്ഞെന്ന് വെച്ചാൽ അറിയില്ല, നമ്മൾ പഫാന്ന് പോലും തോന്നില്ല, അങ്ങനെ ഒരു പഫ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് ലെങ്ത് ഉണ്ട്. നമുക്ക് ഇത്രക്കില്ല, നമ്മുടെ ഈ മുട്ടിന് മുകളിലേക്ക് വരെ അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കളറ്. ഈ ഒരു കളറ് പ്ലസ് നമുക്ക് വരുന്നത് ഇതിൻ്റെ ഷോള് ഞാൻ കാണിച്ചു തരാം. ഷോള് ഒരു സൈഡിൽ ഭയങ്കര വീതിയാണ്. ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു സൈഡിൽ നമ്മളിപ്പോൾ 1 സൈഡ് ഇടുകയാണെങ്കിൽ ഈ സൈഡിൽ ചെറിയ വീതിയും ഇവിടേക്ക് ഈ ഇപ്പുറത്തേക്ക് എടുക്കുന്ന ഭാഗം ഇത്രയും വീതിയായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഇട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ നമുക്ക് ഇട്ടിട്ട്. അപ്പം ഞാൻ ഇതുവരെ ഇത് ഇട്ട് നോക്കിയിട്ടില്ല. ജസ്റ്റ് എനിക്ക് ഒരെണ്ണം ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് പണി പാളി. അതായത് ഫസ്റ്റ് ബ്ലാക്ക് മേടിച്ചപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞാൻ ഏകദേശം ആ വലിപ്പത്തിൽ തന്നെ എല്ലാം ഒരുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാം ഷേപ്പാക്കി ജസ്റ്റ് ഇട്ട് നോക്കിയിട്ടില്ല. നമുക്ക് ഏകദേശം ബ്ലാക്ക് സ്റ്റിച്ച് ചെയ്തപ്പോൾ മനസ്സിലായി അതിൻ്റെ അവർ എത്രത്തോളം കുറയ്ക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഐഡിയ വെച്ചിട്ട് ഇതൊക്കെ കുറച്ചിട്ടുണ്ട്. ഇനി എത്രത്തോളം കൂടുതലായി കുറയാമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇട്ട് വെക്കാം. ഫസ്റ്റ് യൂസ് ആണ്. പിന്നെ ബ്ലാക്ക് ഞാൻ ഇട്ടു, പുറത്തേക്ക് പോയി വന്ന് ഞാൻ ഓൾറെഡി ഒരു ഷോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിട്ട് അലക്കി ഓക്കെ ആയി. അത് യാതൊരു കുഴപ്പമില്ല, ചായ ഇളകണില്ല, പക്കയാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ആ ഒരു കുഴപ്പമില്ല കേട്ടോ ക്ലോത്തിന്, അത് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഇട്ട് വെക്കാം. അപ്പോൾ ഇഷ്ടമായി, എങ്ങനെയുണ്ട് കണ്ടില്ലേ നമ്മൾ ഇട്ടിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഫസ്റ്റ് കമൻറ്റിലുണ്ട്. രണ്ടാമത്തെ നമുക്ക് വരുന്നത് ഈ ഒരു വൈൻ കളറിലാട്ടോ. വൈനും പിന്നെ ഒരു ആഷും കൂടിയിട്ടുള്ള ഒരു മിക്സിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എടുത്ത് നോക്കിയാലോ. ഇതെങ്ങനെയാണ് വരുന്നത് കേട്ടോ.
ഇതാ ഈ ഒരു എന്താ പറയുക കോമ്പിനേഷനാണ് വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്ക് എന്തോ ഇഷ്ടമാട്ടോ, എനിക്കറിയില്ല ഇത് മറ്റുള്ളവർ എങ്ങനെ എടുക്കുന്നൊന്നും, എനിക്കിഷ്ടമാണ്. നമുക്ക് എന്തായാലും തുറന്ന് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാട്ടോ വരിക. ഇതിന് നമുക്ക് മറ്റേ ആ ഒരു അതിൻ്റെ കഴുത്തല്ല വരുന്നത്, വ്യത്യാസമുണ്ട്. ഇതാ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഈ ഒരു എന്താ പറയുക ഷോളിൻ്റെ ഈ ഒരു പോർഷനിൽ വരുന്ന ഈ ഒരു ഭാഗം നമുക്ക് ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെയുണ്ട്. പിന്നെ കൈ നമുക്ക് പഫില്ല, നോർമൽ കൈ. പക്ഷേ നമുക്ക് ആ ഒരു ഇപ്പൊക്കെ നമ്മൾ തയ്ക്കുന്നില്ലേ ധാവണീൻ്റെ ഒക്കെ ആ ഒരു കൈമാതിരി ഇങ്ങനെ നിൽക്കും. അതായത് ഇതിൻ്റെ ഒരു 1/4 ഭാഗവും കസവായിട്ടാണ് വരുന്നത് കേട്ടോ, കുറച്ച് ലെങ്ത്തിൽ നമ്മുടെ കൈമുട്ടിൻ്റെ അവിടേക്ക് 3/4 പോലെ ആ ഒരു ഇതങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടിയിൽ ഇങ്ങനെ ഇത്രയും ഭാഗം നമുക്ക് ഈ ഒരു കസവ് വരുന്നുണ്ട്. പിന്നെ ഷോള് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സൈഡിൽ നല്ല വീതിക്കും ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ചെറിയൊരു വീതിയായിട്ട് വരുന്നത്. അപ്പം ഞാനിതിൻ്റെ ഷോൾ എടുത്തത് ആഷ് കളറിലുള്ള ഷോൾ എടുത്തിട്ടുള്ളത്. ആഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ചേട്ടനെ കൊണ്ട് അടുപ്പിച്ചതേ, ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ചെറിയൊരു ഡാർക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കുറച്ച് ലൈറ്റ് ആഷ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണില്ലേ. പക്ഷെ ഞാൻ കുറച്ച് ഡാർക്ക് ആഷ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെയും ഞാൻ പറഞ്ഞ മാതിരി എന്താ പറയുക S മുതൽ 4XL വരെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് നോക്കിയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് എന്തായാലും ഇതൊന്ന് ഇട്ട് നോക്കാം കേട്ടോ. ഞാൻ ഇത് ഷേപ്പ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ, ഷേപ്പ് ചെയ്ത് സെറ്റാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സീറ്റൊക്കെ ആയിട്ടുള്ളതാട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഉള്ളിൽ ഇതേ ലൈനിങ് ഉണ്ട് കേട്ടോ. അതെ ലൈനിങ് നമുക്ക് ഉണ്ട്, അതെല്ലാത്തിനും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇട്ട് നോക്കാം. നെക്സ്റ്റ് ഇനിയുള്ള 2 കളർ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗ്രീൻ. ഈ ഒരു ഗ്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാലേ നല്ലൊരു കട്ട ഗ്രീൻ ആട്ടാ. അതായത് ഇതിൽ കോമ്പിനേഷൻ വരുന്നത് നല്ല രസമുള്ള കോമ്പിനേഷനാണ്. ഇതാ ഒരു നല്ലൊരു എന്താ പറയുക റസ്റ്റി റെഡും ഗ്രീനും കൂടിയിട്ടുള്ള ഒരു മിക്സിംഗ് ആണ് കേട്ടോ. ഈ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് ഇപ്പം സിൽക്കിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു കോട്ടൺ പ്ലസ് കാഞ്ചി കോട്ടൺ സിൽക്ക് ആ ഒരു ബ്ലെൻഡാണ് വരുന്നത്. നമ്മൾ ആദ്യം കണ്ട രീതിയിലുള്ള കഴുത്താട്ടോ ഇതിന് വരുന്നത്, ഇങ്ങനെ ഈ ഒരു വി മാതിരി. അപ്പം ഞാൻ ഈ സൈസാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്, കാണാല്ലേ. പക്ഷെ എനിക്കിത് വലുതായിരുന്നു. ഇനിയിപ്പോൾ ഇനിയും വലുതാണോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. അതെ, ഇതിന് നമ്മൾ ആദ്യം കണ്ട മാതിരി കയ്യിലിങ്ങനെ ചെറിയ കുഞ്ഞു വളരെ ചെറിയ ഫ്രില്ല് വെച്ചിട്ടുള്ള കുഞ്ഞു പഫുണ്ട്. ഇതാ ഇങ്ങനെയാണ് കൈ വരുന്നത്. കൈൻ്റെ ഈ സൈഡിൽ നമുക്ക് ഇത് വരുന്നുണ്ട്, എന്താ പറയുക പട്ടമാതിരി. ഇതിൻ്റെ ആ ഒരു വർക്ക് വരുന്നുണ്ട്. വർക്ക് മീൻസ് നമുക്ക് ആ ഒരു കസവ് വരുന്നുണ്ട്, അടിയിലും വരുന്നുണ്ട്. പിന്നെ ലൈനിങ് ഉണ്ട്, നല്ല ലൈനിങ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ആ ഒരു ഗ്രീൻ പെട്ടെന്ന് നമുക്കൊരു ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന ഒരു കളറാട്ടോ. അതിൻ്റെ ഷോളും സെയിം തന്നെ, നമ്മൾ നേരത്തേക്ക് കാണിച്ച മാതിരി ഒരു സൈഡിൽ ചെറിയൊരു വീതിയും ഇത്രയും വീതിയായിട്ട് നല്ല വലിയ ഷോളാട്ടോ, വലിപ്പമുള്ള ഷോളാണ്. നല്ല രസമായിട്ട് ഇങ്ങനെ എന്താ പറയുക കെടുക്കണ ഒരു ഇതാണ്. എനിക്കെന്തോ ഇഷ്ടമാട്ടോ, കളർ ഭയങ്കര ഇഷ്ടമായി, കളർ കോമ്പിനേഷൻ. അപ്പം ഞാനെടുത്തിരിക്കുന്ന പാൻറ്റ് വന്നിട്ട് ഇതാ ഈ ഒരു റസ്റ്റി റെഡ് മാതിരിയുള്ള പാൻറ്റാട്ടോ. അപ്പോൾ ഈ പാൻറ്റ് ഞാൻ ചേട്ടനെ കൊണ്ട് എടുപ്പിച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 വന്നപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല ലെഗിങ്സ് എടുക്കാനായിട്ട്. 2 വന്നതേ കൊരിയർ. അപ്പോൾ ആദ്യത്തെ വന്നപ്പോൾ ഞാൻ പോയി മേടിച്ചു. പിന്നത്തെ ഞാൻ വന്ന സമയത്ത് ചേട്ടനെ വിട്ടു ഞാൻ ഇതിൻ്റെ ലെഗിങ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ലെഗിങ്സ് അല്ല, നോർമൽ ലെഗിങ്സ് വാങ്ങിച്ചത്. ഇതാ അപ്പോൾ നമുക്ക് ഇട്ട് വയ്ക്കാമല്ലോ. അപ്പോൾ നമ്മുടെ 4ാമത്തെ, അതായത് അവസാനത്തെ, അപ്പോൾ ഞാൻ ടോട്ടൽ 5 അങ്ങനത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രാന്താണെന്ന് ചിലർ വിചാരിക്കും, അതായത് ഒരേ മോഡൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ മടുക്കില്ല എന്നൊക്കെ. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ളതായതുകൊണ്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. അത് എനിക്കറിയില്ല, എന്താണെങ്കിലും എന്ത് വിചാരിച്ചാലും സാരില്ല, എനിക്കിഷ്ടമാണ്. പിന്നത്തെ ഈ ഒരു കളറാണ്. ഇത് വന്നിട്ട് എന്താ പറയുക ഒരു മെറൂണും പ്ലസ് നമുക്ക് ഈ ഒരു ഓറഞ്ചും കൂടിയിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള കേട്ടോ. എനിക്ക് ഇതും ഭയങ്കര ഇഷ്ടമായി. പിന്നെ കുറച്ചൊരു ഈ ഓറഞ്ച് നല്ല ഉദിച്ച് നിൽക്കുന്ന ഓറഞ്ചാണ്, അത് സാരില്ല, പ്രശ്നമില്ല നമുക്ക്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. ഷോളാണ്. ഇതിൻ്റെ ടോപ്പും വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട മാതിരി തന്നെയാണ് കേട്ടോ, വലിയ വ്യത്യാസങ്ങളില്ല. അതെ, നമ്മൾ ആ 2ാമത് കണ്ടില്ലേ ആ ഒരു രീതിയിലുള്ളതാണ്. അതെ, ഇവിടെ നമുക്ക് ചെറുതായിട്ട് ആ ഒരു ഓറഞ്ചിൻ്റെ ആ ഒരു കസവ് വന്നിട്ടുണ്ട്. കൈക്ക് പഫില്ല, നമുക്ക് കുറച്ച് വീതിയുള്ള
ഇത് വെച്ചിട്ടുള്ള പട്ട, അതായത് ആ കര വെച്ചിട്ടുള്ള കയ്യാണ് വരുന്നത്. അതോ ഇതും അങ്ങനെ തന്നെ. പിന്നെ നമുക്ക് ലൈനിങ് ഉണ്ട്, എന്താ കണ്ടില്ല, ലൈനിങ് ഇത് അവിടം വരെ ഉണ്ട്. ഈ ഇവിടെ നമുക്ക് ആ ഒരു കസവ് വരുന്നുണ്ട്. ഷോള് സെയിം തന്നെ, നമ്മൾ നേരത്തെ കണ്ട മാതിരി ഒരു സൈഡിൽ കുറച്ച് വീതിയും ഒരു സൈഡിൽ ചെറിയ വീതിയായിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ. അപ്പോൾ ഇതും സ്മോൾ മുതൽ 4XL വരെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മേടിക്കണം, പക്ഷെ അങ്ങനെ വലിയ ഇത്രയും കാശ് മുടക്കണ്ട, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പൈസയ്ക്ക് വേണ്ട, കുറച്ച് വില കുറയുമ്പോൾ മേടിക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർട്ടിലിട്ട് നമ്മുടെ വിഷ് ലിസ്റ്റിലൊക്കെ ഇട്ട് വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെഗാ ഓഫറുകളൊക്കെ വരുമല്ലോ, നമ്മുടെ എന്താ പറയുക വലിയ വലിയ ബിഗ് സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ 23-ാം തീയതി വരുന്നുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെയൊക്കെ മീഷോന്നാണ്. അപ്പോൾ അങ്ങനെ ഓഫറുകൾ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ എടുത്ത് പോയി നോക്കി, ഞാൻ അങ്ങനെ മേടിക്കാം. നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഓഫർ വരുമ്പോൾ നോക്കും ഇങ്ങനെ ഇന്ന സാധനങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ്. അപ്പോൾ നമ്മൾ മുന്നത്തെ പ്രൈസും ഇപ്പോഴത്തെ പ്രൈസും തമ്മിൽ നല്ല ഡിഫറൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മേടിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ മിക്കതും കുറേയൊക്കെ ഓഫറിൽ അങ്ങനെ മേടിച്ച് കുറച്ചധികം വാങ്ങിച്ച് വെച്ചിട്ട് എനിക്ക് സമയം കിട്ടുമ്പോൾ വീഡിയോ എടുക്കുക, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഓണത്തിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതും കൂടി ഇട്ട് വെക്കാം. അപ്പോൾ ഇത്രയുള്ള കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ 4 ചുരിദാറും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എനിക്ക് ഇഷ്ടമായത് കേട്ടോ. ചിലർക്ക് അത് ഇഷ്ടമാവണമെന്നില്ല, പട്ടാണ് ചിലർക്ക് ഈ പട്ടും കാര്യങ്ങളും. എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള വീതിയുള്ള പട്ടൊന്നും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. അമ്മ അങ്ങനെ സാരിക്ക് കിട്ടുമ്പോൾ അമ്മ പറയും ഇത് വലിയ വീതിയുള്ള പട്ട് എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മുടെ ഓരോരുത്തർക്കും പലർക്കും എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ അതനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഹോൾ വീഡിയോസ് ഒക്കെ വേണം, ഇപ്പം നമുക്ക് വീട്ടിലൊരു ഡ്രസ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക അങ്ങനെയുള്ള ഡ്രസ്സുകളുടെ എന്തെങ്കിലും ഹോൾ വീഡിയോ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും മേക്കപ്പ് സാധനങ്ങളുടെ ഹോൾ വീഡിയോ വേണം എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാനിങ്ങനെ എനിക്ക് പറ്റാവുന്നതാണ്, എൻ്റെ കൊക്കിൽ ഒതുങ്ങാവുന്നതാണെങ്കിൽ ഞാൻ മേടിച്ചിട്ട് എന്തായാലും അതിൻ്റെ റിവ്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.